പാഠം 841 ഒരു വോട്ടെണ്ണൽ കഥ. നാല് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസാം എന്നീ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടെണ്ണൽ വിവരങ്ങൾ അപ്പോഴപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിവിധ മാധ്യമങ്ങളും വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. എന്ത് തയ്യാറെടുപ്പ് നടത്തിയിട്ട് എന്താ കാര്യം? വോട്ടെണ്ണലിന്റെ വിവരം അറിയണമെങ്കിൽ നാളത്തെ പത്രം വരണം. ഒരു TV വാങ്ങണമെന്ന് ഞാൻ മോഹനേട്ടനോട് പറയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്റെ മോനേട്ടാ. അപ്പൊ മോഹനേട്ടൻ 1000 തടസ്സങ്ങൾ പറഞ്ഞോട് വരും. ടിവിയിലെ പരിപാടികൾക്കൊന്നും ഒരു നിലവാരവും ഇല്ല. സ്ഥിരം TV കാണുന്ന ആളുകൾ അലസന്മാരായി പോവും. വീട്ടിലിരുന്ന് കാണാവുന്ന പരിപാടികൾ ഒന്നും അല്ല ടിവിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണ്ട. TV കണ്ടിട്ടുണ്ട് ക്യാൻസർ വരുന്നവരെ മോഹനേട്ട പറഞ്ഞു കളയും. പക്ഷെ സത്യം എന്താണ്? TV വാങ്ങണമെങ്കിൽ കാശ് മുടക്കണം. ഒരു കേബിൾ കണക്ഷൻ എടുക്കാനും കാശ് ചെലവാകും. മാസാമാസം വരിസംഖ്യ കൊടുക്കണം. അതിന് കഴിയൂല. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താണ്? അയ്യോ, എനിക്കൊരു പ്രശ്നവും ഇല്ലേ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ മുതൽ ഓരോ ദിവസവും എന്ത് കൗതുകത്തിലാണ് മോഹനേട്ട പത്രം വായിച്ച് ഓരോ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പിതാ വോട്ടെണ്ണുകയാണ്. അത് അപ്പപ്പോ അറിയാനുള്ള ഒരു സംവിധാനമെങ്കിലും ഈ വീട്ടിലുണ്ടോ? ഒരു TV ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ടല്ല അറിഞ്ഞുകൂടായിരുന്നു മോഹനേട്ടാ. കേരളത്തിൽ TV വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയിട്ട് 35 കൊല്ലത്തിന് താഴെ മാത്രമേ ആകുന്നുള്ളൂ. അതിനു മുൻപും തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. പക്ഷെ അതിനു മുന്നേ മോഹനേട്ടൻ ഞാനും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടോ? എന്റെ മോഹനേട്ട ഓരോ കാലത്തിലും ആ കാലത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ സകല വീടുകളിൽ ഇപ്പൊ TV ഓൺ ആയിട്ടുണ്ടാവും. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ തുടങ്ങുമല്ലോ. തീർച്ചയായും കൃത്യം 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും. അപ്പോൾ മുതൽ വോട്ടെണ്ണലിന്റെ ഫലം അപ്പോഴപ്പോഴായി കെ മോഹനകൃഷ്ണൻ അറിയുകയും ചെയ്യും. അതെങ്ങനെയാണാവോ? ഭാമേ, നീ കുരുക്ഷേത്ര യുദ്ധത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അന്ധനായ ധൃതരാഷ്ട്രക്ക് യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അറിയണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സഞ്ജയൻ ഒരു വഴി കണ്ടുപിടിച്ചു. യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സഞ്ജയൻ ദിവ്യദൃഷ്ടിയാൽ കണ്ട് അപ്പോഴപ്പോൾ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. ഇവിടെ ഇപ്പൊ ആരാണ് ധൃതരാഷ്ട്ര, ആരാണ് സഞ്ജയൻ? നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കെ മോഹനകൃഷ്ണൻ സാറിനെ തോൽപ്പിക്കാൻ നോക്കരുത്, കെ മോഹനകൃഷ്ണൻ സാറിനെ തോൽപ്പിക്കാൻ നോക്കരുത് എന്ന്. വരൂ 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 വരൂ, വന്നോളൂ. അവിടെ എന്താണ്? നീ അവിടെ നിൽക്ക. ഇതെന്താ? ഇതിനകത്തൊന്നുമില്ല. ഇതെന്താണ് മോനേട്ടാ? റേഡിയോ. അതെനിക്കറിയാം. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോണു? ഇതില് വാർത്തകളുണ്ടല്ലോ. ഇപ്പോൾ മുതൽ 9:38 ആഫീസിൽ പോകുന്നത് വരെ ഞാനിതിൽ വാർത്തകൾ കേൾക്കും. എന്റെ മോഹനേട്ട, 10-30 കൊല്ലം പഴക്കമുള്ള ഈ റേഡിയോ ഇതിനാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ മോ, ഓരോ ഇലക്ഷൻ വരുമ്പോ പൊടി തട്ടിയെടുത്ത് വാർത്തകൾ കേൾക്കും. പിന്നെ വീണ്ടും കട്ടിലടിയിലോട് തള്ളി വെക്കും. അതിന് നിനക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ. എനിക്ക് ഇതിൽ വാർത്തകൾ കേട്ടാൽ മതി. ഇതിൽ കേൾക്കുന്ന അതേ വാർത്തകൾ തന്നെ ആയിരിക്കുമല്ലോ നീ പറയുന്ന ടിവിയിലും കേൾക്കുന്നത്. എന്താ പറ്റിയത്? ഒന്നും കേൾക്കുന്നില്ലല്ലോ. എന്തോന്ന് കേക്കാൻ? അതെ, ഈ റേഡിയോ ഇടണമെന്ന് അറിഞ്ഞാലേ പുരാവസ്തു വകുപ്പുകാര് പോഞ്ഞു വരും. ഇതേതായാലും മ്യൂസിക് കൊണ്ടേ വെക്കേണ്ട കാലം കഴിഞ്ഞതാണ്. നിനക്ക് പല ആഗ്രഹങ്ങൾ കാണും, പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല.
വയസ്സായില്ലേ, വല്ല വാദവും ഇതൊക്കെ വന്നതായിരിക്കും. എന്റെ ഈശ്വര, കഴിഞ്ഞ ദിവസം മുറി അടിച്ചു വാരിയപ്പോഴും ഞാൻ വിചാരിച്ചതാണ് ഇത് അടുപ്പി വെച്ചാലും കത്തിച്ചാലോ എന്ന്. അന്നെനിക്ക് ചെയ്യാൻ തോന്നിയില്ല. എങ്കിൽ നിന്നെ ഞാൻ അടുപ്പിൽ വെച്ച് കത്തിച്ചാണ്. എന്റെ മോനോട് അത് ശരിയാവാനൊന്നും പോകുന്നില്ല. വെറുതെ സമയം കളയാൻ നിൽക്കുന്നത് എന്തിനാ? മാറുന്ന എങ്ങനെ വേറെ എന്തെങ്കിലും വഴി നോക്ക്. ഇത് നീ ആയിട്ടൊന്നും ചെയ്തതല്ലേ? ഈ റേഡിയോ ഒന്ന് കേടായിട്ട് വേണമല്ലോ ആ പേരും പറഞ്ഞ് പുതിയ TV വാങ്ങാൻ. അതിനുവേണ്ടി നീ എന്തോ ചെയ്തു? ശരിയാ മോനട്ടാ, ഞാൻ കൂടോത്രം ചെയ്ത കൂടോത്രം ചെയ്താൽ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. കൂടോത്രമല്ല, ഞാനില്ലാത്ത നേരം നോക്കി നീ എന്തോ ചെയ്തു. അത് എന്റെ കാര്യം, അതല്ലേ സത്യം. അതിന് കേടാവാൻ എന്തിരിക്കുന്നു മോഹനട്ടാ? അതെടുത്ത് ദിവാകരന്റെ ചാണക്കുഴി വല്ലതും കൊണ്ടിട്. സാറേ, ആ ഉത്തമ വിളിക്കുന്നുണ്ട്. എന്താ കാര്യം ചോദിക്കേ? ഉത്തമ വിളിച്ചത് സാറേ എന്നാണ്. ഞാൻ പോയി ചോദിച്ചിരുന്ന കാര്യം. ഞാനൊരു കാര്യം ചെയ്തോണ്ടിരിക്കല്ലേ, ഞാൻ കുറച്ച് തിരക്കില്ല. എന്താ വന്നെന്ന് ഉത്തമ പോയി ചോദിക്കേ. അവിടെ നിൽക്കേ. എന്ത്? ഈ റേഡിയോയെ പറ്റിയോ ഇത് കേടായതിനെ പറ്റിയോ ഉത്തമനോട് വല്ലതും പറഞ്ഞ നീ വിവരം അറിയും. മനസ്സിലായല്ലോ? ചെല്ല്. നമസ്കാരം. സാറവിടെ പോയി? സാറില്ലേ? സാറുണ്ട്, പക്ഷെ വരാൻ കുറച്ച് സമയം എടുക്കും. സാർ ഭയങ്കര തിരക്കില്ല. എന്ത് തിരക്ക്? ഉത്തമൻ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത്. ഉത്തമ രാവിലെ തന്നെ വോട്ടെണ്ണൽ തുടങ്ങിയില്ലേ. ജയിക്കുന്ന ആരാണെന്നറിയാൻ മോഹനയുടെ ഭയങ്കര ആകാംക്ഷ. അല്ല, അതിനിവിടെ TV യിലല്ല, പിന്നെങ്ങനെ? ഉത്തമ മോഹനയുടെ പറ്റി എന്താണ് കരുതിയിരിക്കുന്നത്? കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വ്യാപകമായി TV വന്നിട്ട് 35 താഴെ വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ. അതിനു മുന്നേ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നുവല്ലോ, ഇല്ലേ? ഉണ്ട്. പക്ഷെ കാലം അതല്ലല്ലോ. ഇപ്പൊ ഇലക്ഷൻ വാർത്ത കേൾക്കണമെന്നുണ്ടെങ്കിൽ TV ആണല്ലോ. ഈ നാട്ടുകാർക്ക് മോഹനേട്ടനെ പറ്റി ഒരു മതിപ്പില്ലാന്ന് ഞാൻ പറഞ്ഞ ഇതുകൊണ്ട് മാത്രമാണ്. നിങ്ങളൊക്കെ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണാൻ കഴിവുള്ള ആളാണ് എന്റെ മോഹനേട്ടൻ. അതറിയോ? സത്യത്തിൽ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന മറ്റൊരാൾ ഈ നാട്ടിലുണ്ടാവില്ല. നിങ്ങൾക്കൊന്ന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് മോഹനേട്ടൻ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കേൾക്കുന്നത്. അതെന്താണ് ഇത്രയും വലിയ ആധുനിക സാങ്കേതിക വിദ്യ? പറഞ്ഞു തരില്ല. മോഹനേട്ടന്റെ കയ്യിൽ ഇങ്ങനൊരു ഭയങ്കര വിദ്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ നാട്ടുകാർക്ക് ഞെട്ടില്ലേ. അതുകൊണ്ട് അതൊരു ഭയങ്കര രഹസ്യമാണ്. ഉത്തരവ് വന്നെന്തിനാന്ന് പറ. ആ ചായക്കടയിലെ കൃഷ്ണൻകുട്ടിയുടെ സ്ഥലം അളക്കാൻ ചെല്ലാന്ന് സാർ പറഞ്ഞിരുന്നു. സാറിന് എന്നാണ് സമയമുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് വരാൻ കൃഷ്ണൻകുട്ടി എന്റെ അടുത്ത് പറഞ്ഞു. ഉത്തമൻ ഒരു കാര്യം ചെയ്യും, ഒരു മിനിറ്റ് ഇവിടെ നിൽക്കേ. ഉത്തമൻ വന്ന കാര്യം ഞാൻ മോഹനേട്ടനെ അറിയിക്കാം. കാര്യം പറയുമ്പോ മോഹനേട്ടന് താല്പര്യം തോന്നുകയാണെങ്കിൽ ഉത്തമനെ വന്ന് കണ്ടുകൊള്ളൂ. ഓക്കെ? എന്നാലും എന്താണ് ആ സാങ്കേതിക വിദ്യ? മോഹനേട്ട സാറെ ഞാൻ കരുതിയത് പോലൊന്നും അല്ല. ഇതിന്റെ ഇടപാട് തീർന്ന മട്ടാണല്ലോ. ഇന്നലെ ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കേണ്ടതായിരുന്നു. ഉത്തം വന്നത് എന്തോ അത്യാവശ്യമായിട്ടാ. മോനിട്ടറെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് നിനക്ക് പറഞ്ഞൂടെ? അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഉത്തമൻ മോഹനേട്ടനെ കണ്ടിട്ടേ പോകുന്നുള്ളെന്ന്. എന്റെ മോഹനേട്ട, ഈ പാട്ടം കെട്ടിപ്പിടിച്ചിരുന്നാലൊന്നും അത് ശരിയാവാൻ പോണില്ല. അത് കല്ലിന്റെ ഉത്തമയുടെ കാര്യം എന്താണെന്ന് വെച്ച് ചോദിക്കേ. ആരോട് പറയാൻ? വോട്ടെണ്ണൽ തുടങ്ങി കാണല്ലോ ഈശ്വര. യുദ്ധം എന്തിനാണ്? നമസ്കാരം സാർ. സാറേ, കൃഷ്ണൻകുട്ടിയുടെ സ്ഥലം അളക്കാൻ ചെല്ലാന്ന് സാർ പറഞ്ഞിരുന്നല്ലോ.
ഇന്നോ നാളെയോ സമയം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഇത് രാവിലെ ഹോട്ടലിൽ നടക്കുകയാണല്ലോ, ഓ. അതുകൊണ്ട് തീരെ സമയമല്ല. ഓ വൈകിട്ട് എനിക്ക് ഗംഗാധര സാറിന്റെ വീട്ടിൽ പോകേണ്ട ഒരു കാര്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊട്ട് സമയമില്ല. അല്ല അപ്പൊ നാളത്തെ കാര്യം പറയണമെങ്കിൽ ഇന്ന് വൈകുന്നേരം ആവും. ഓ ശരി സാർ, അപ്പൊ ഞാൻ വൈകിട്ട് ഇങ്ങോട്ട് വരാം. ഓ ഉത്തമൻ ഇപ്പൊ കൂടെ പോകുന്നേ? ഞാൻ നേരെ പുഷ്കരന്റെ കടയിലോട്ട് പോകുന്നു. അവന്റെ കടയില് വയറിങ്ങിന്റെ ചില പ്രശ്നം. നമ്മള് ഇലക്ട്രീഷ്യൻ രാമൻകുട്ടിയും കൊണ്ട് രാവിലെ 7:30 ചെല്ലാന്ന് ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ തന്നെ 7:30 കഴിഞ്ഞ്. രാമൻകുട്ടി എന്നെ നോക്കി ജംഗ്ഷനിൽ ഇരിക്കായിരിക്കും. ഈ രാമൻകുട്ടി ആളെങ്ങനെയാ? കറണ്ട് കൊണ്ടുള്ള ജോലിയൊക്കെ അറിയാവുന്ന ആളാണോ? പിന്നെ അവ ആള് മിടുക്കനല്ലേ. ഈ പ്രദേശത്ത് വയറിങ്ങിന്റെ കാര്യത്തില് അവനെ വല്ല വേറെ ആളില്ല. അങ്ങനെയാണെങ്കിൽ ഉത്തമൻ എനിക്കൊരു സഹായം ചെയ്യേണ്ടി വരും. എന്ത് സഹായം സാറേ? ഉത്തമൻ ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ വരാം. കറണ്ട് കൊണ്ടുള്ള എന്താവശ്യം സാറിന്? ആ വക്കീല് പറഞ്ഞ സാങ്കേതിക വിദ്യയുടെ കാര്യമായിരിക്കും. അറിയാവുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ശരിയാവും. ഇതെന്ത് മാമാടെ പെട്ടിയോ? ഈശ്വരോ, ഇതെന്ത് സാറേ? ഇതെന്താണ് എന്ന് കണ്ടു മനസ്സിലാക്കാനുള്ള വിവരം ഉത്തമനില്ലേ? ഇത് റേഡിയോ. റേഡിയോ അത് മനസ്സിലായി. ഇതെവിടുന്ന്? എവിടെ ഉണ്ടായിരുന്നതാ? രാവിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയാനായി ഇത് ഓൺ ചെയ്തപ്പോ എന്തോ ഇത് പ്രവർത്തിക്കുന്നില്ല. ഇവിടെ ആണെങ്കിൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയാനുള്ള വേറെ വഴിയൊന്നുമില്ലെന്നും ഉത്തമൻ അറിയാലോ. ഉത്തമൻ പെട്ടെന്ന് ഇത് കൊണ്ടുപോയി രാമൻകുട്ടിയെ കാണിച്ച് പെട്ടെന്ന് ശരിയാക്കൊണ്ടെങ്കിൽ വാ. ഈ സാധനം എങ്ങനെ നന്നാക്കാനാണ് സാറേ? എന്താ കുഴപ്പം? വളരെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ എന്താ കുഴപ്പം? വളരെ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നാണ് എന്ന് പറയുമ്പോ ഉത്തമ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ റേഡിയോയിലൂടെയല്ലേ ഞാൻ വാർത്തകൾ കേട്ടത്? അയ്യോ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വർഷം 2 ആയല്ലേ സാറേ? ഇനി ഇത് എങ്ങനെ നന്നാക്കാനാണ്? കുറച്ച് നാളിരിക്കുമ്പോ ചീത്തയാകാൻ ഇത് സാമ്പാറോ പുളിശ്ശേരിയോ അല്ലല്ലോ. എത്രയോ വർഷങ്ങളായി ഞാൻ ഈ റേഡിയോയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ കേട്ടോണ്ടിരുന്നത്. ഇതിനൊരു കുഴപ്പമില്ല. മോഹനേടൻ ഈ റേഡിയോ എന്ന് പറഞ്ഞ ജീവനാ ഉത്തമ. മോഹനേടൻ ജനിച്ച അതേ വർഷം തന്നെയാണ് ഈ റേഡിയോയും ഉണ്ടാക്കിയത്. ചുരുക്കി പറഞ്ഞ ഇവർക്ക് രണ്ടാക്കും ഒരേ പ്രായം തന്നെയാണ്. ഈ പ്രായത്തിൽ മോഹനേടൻ ഒരു കുറവും ഇല്ലല്ലോ. അപ്പൊ പിന്നെ റേഡിയോക്ക് എങ്ങനെ കുറവ് വരാനാണ്? സാറേ, ഒന്നാമത്തെ കാര്യം, ഈ രാമൻകുട്ടിക്ക് വയറിങ്ങിന്റെ ജോലി അറിയാവൂ. ഈ സാധനം ആ വകുപ്പിൽ പെടൂല. പിന്നെ ഒരു കാര്യം, ഈ സൈസ് സാധനം നന്നാക്കാൻ കഴിവുള്ള ഒരാളും ഇപ്പൊ ഈ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇതൊക്കെ ഉത്തമനങ്ങ് പറഞ്ഞാതെയോ? അന്വേഷിച്ചാൽ ആളെ കിട്ടും. ശരി, അന്വേഷിച്ചാൽ ആളെ കിട്ടുമെന്ന് തന്നെ ഇരിക്കട്ടെ. അല്ല, ഇന്ന് തന്നെ ഇത് കിട്ടണ്ടേ? അതെ, ഉച്ചയ്ക്ക് മുമ്പേ റിസൾട്ട് പറഞ്ഞ് തീരുമല്ലോ. അത് കഴിഞ്ഞ് നന്നാക്കിട്ട് എന്തോന്ന് കാര്യം? ഉത്തമന് ഇത് കൊണ്ടുപോയി നന്നാക്കി കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ? സാറേ, ഞാനില്ല എന്ന് പറഞ്ഞാൽ സാറിന് ഇപ്പൊ ദേഷ്യം വരും. എന്നാ ഞാൻ നന്നാക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് നന്നാക്കിക്കൊണ്ട് വരാതിരുന്നാലും സാറിന് അപ്പ ദേഷ്യം വരും. എന്തായാലും സാറിന് ദേഷ്യം വരും. എന്നാ പിന്നെ ആ ദേഷ്യം ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. സാറേ, ഇത് നന്നാക്കണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇതും പൊക്കി പിടിച്ചോണ്ട് ഇതുവഴി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്റെ മുഖത്ത് നോക്കിയിട്ടാ പ്രാന്ത എന്ന് വിളിക്കൂലേ? സാർ ഒന്നും വിചാരിക്കരുത് കേട്ടോ, നിവർത്തിയില്ല. സാറെ, പിടിക്കുമ്പോ നോക്കി പിടിക്കണേ. കൈ മുറിഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഇനി എന്താ പരിപാടി? മോനേട്ടാ, എനിക്ക് മോഹനേട്ടൻ്റെ അടുത്ത് ഒരു അപേക്ഷയുണ്ട്. ഈ സാധനം നന്നാക്കാനാണെന്ന് പറഞ്ഞ് ഇതുമായിട്ട് റോഡിലൂടെ ഇറങ്ങി നടക്കരുത്. ആളുകൾ കളിയാക്കി ചിരിക്കുന്ന കാണുമ്പോ മോഹനേട്ടൻ ഒരു സന്തോഷമായിരിക്കും. എനിക്ക് പക്ഷെ അങ്ങനെ അല്ല. ശരിയാക്കാവുന്നല്ലേ ഉള്ളു. നമ്മളിന്ന് സ്വന്തമായിട്ട് ശരിയാക്കിയിരിക്കുന്നു. അതിനുള്ള സാധനങ്ങളില്ലാത്തോണ്ട, ഇല്ലെങ്കിൽ പെട്ടെന്ന് ശരിയാക്കി. ആകാശവാണി, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ.
വായിക്കുന്നത് സത്യഭാമ. കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ആദ്യ വിവരം ലഭിക്കുമ്പോൾ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ മുന്നിട്ട് നിൽക്കുകയാണ്. ഇത് എന്റെ റേഡിയോ ആണെങ്കിൽ നന്നാക്കാൻ എനിക്കറിയാം. ആകാശവാണി കൗതുക വാർത്തകൾ. കേരളത്തിലെ കാന്തല്ലൂർ എന്ന സ്ഥലത്തു നിന്ന് 2000 വർഷം പഴക്കമുള്ള ഒരു റേഡിയോ കണ്ടെത്തി. ഒറ്റനോട്ടത്തിൽ ഒരു തക്കാളിപ്പെട്ടിയോ ശവപ്പെട്ടിയോ ആയി തോന്നുമെങ്കിലും പ്രസ്തുത റേഡിയോ വളരെ മനോഹരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. റേഡിയോ ആകുമ്പോ ചിലപ്പോ കേടായെന്നൊക്കെ ഇരിക്കും. അല്ല, ഇത്ര കളിയാക്കാനൊന്നുമില്ല. നിന്റെ സ്കൂട്ടർ എത്ര തവണ കേടായിരിക്കുന്നു? അപ്പൊ ഞാൻ കളിയാക്കോ? അതുപോലെയല്ലല്ലോ ഇത്. എന്റെ സ്കൂട്ടറിന്റെ പഴക്കം വെറും 5 കൊല്ലമാണ്. ഈ സാധനത്തിന്റെ പഴക്കം 30 കൊല്ലമാണ്. എന്റെ പൊന്നോ മോഹനേട്ടാ, അതെ അതെ, ഇതുപോലൊരു സാധനത്തിന് പരമാവധി പ്രതീക്ഷിക്കാവുന്ന ആയുസ് 4-5 കൊല്ലമാണ്. ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരാവസ്തു വകുപ്പുകാർ കൊടുക്കാനേ കൊള്ളൂ. നിന്റെ ഉപദേശം എനിക്ക് വേണ്ട. നീ പോയി കഴിക്കാൻ എടുക്ക. എനിക്ക് ആഫീസിൽ പോണം. ഇപ്പഴേയോ? മണി 8 കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവിടെതാ, എനിക്ക് ആഫീസിൽ പോകുന്ന വഴി വേറെ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നേരത്തെ പോണം. അത് മോനോട്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പഴാ ഓർത്ത്. സാറേ, ഈ അടവ് സാറിന്റെ കൈ തന്നെ വെച്ചാ മതി. പോകുന്ന വഴിക്ക് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കയറി TV വാർത്ത കാണുക എന്നുള്ളതല്ലേ മോഹനേട്ടന്റെ ഉദ്ദേശം? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ വീട്ടിലൊരു TV ഇല്ല എന്നുള്ള കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണ്. അത് TVക്കെതിരായ മോഹൻകൃഷ്ണ സാറിന്റെ ആദർശത്തിന്റെ പ്രാന്താണെന്നാണ് നാട്ടുകാർ മുഴുവൻ കരുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ TVക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച മോഹനേട്ടൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കയറി ഇരുന്ന് TV കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകളെല്ലാം മൂക്കത്ത് വിരൽ വെച്ച് ചിരിക്കും. ഞാൻ കൃഷ്ണൻകുട്ടി കടക്കാറുന്നില്ലല്ലോ. നീ പോയി കഴിക്കാൻ എടുത്ത് നോക്കി. എനിക്ക് പോവാൻ നേരമായി. ശരിയായെങ്കിൽ ഈശ്വര, എങ്ങനെ ഇപ്പൊ വാർത്ത എന്നറിയുന്നത്? കുറെ നേരം ആയല്ലോ സ്വയംപ്രഭ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നു. എന്താ സംഭവം? ഒന്നുമില്ല കാഞ്ചന സാറേ, വെറുതെ വാട്സപ്പ് നോക്കിയായിരുന്നു. നല്ല രസമുള്ള മെസ്സേജുകളല്ലേ വരുന്നത്. ചിലതൊക്കെ വായിച്ചാൽ ചിരിച്ച് തല ഇറങ്ങിപ്പോ. എന്റെ ഫോണിലും വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കുന്നുണ്ട്. സമയം കളയാൻ നല്ല വഴിയല്ലേ. എനിക്ക് പിന്നെ ഇതിനെപ്പറ്റി ഒന്നും യാതൊരു പിടിയില്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം അപ്പുറത്തെ വീട്ടിലെ ടോണിയോട് ചോദിച്ച് പഠിക്കാന്ന് വിചാരിച്ചതാ. എന്റെ കെട്ടിയോളെ ആകെ പ്രശ്നം ഉണ്ടായിക്കളഞ്ഞു. നിങ്ങൾക്ക് ഈ വയസ്സാങ്കാലത്ത് എന്തിന്റെ സൂക്കേടാണെന്ന് ചോദിച്ചു. ശിശുപാലൻ ചേട്ടാ, ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ആവശ്യം. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഒരു ഫോണും കൊണ്ട് നടന്നാ മതി. കാഞ്ചന സാറേ, ഇത് കണ്ടോ? ഇപ്പൊ ഒരാൾ അയച്ചു തന്നതാ. കൊണ്ടുവന്നേ നോക്കട്ടെ. നല്ല തമാശയാ. നോക്കി കൊള്ളാലോ. ഇവിടെ എന്താ പരിപാടി? അല്ല സാർ, ഞങ്ങള് വെറുതെ. എന്ന് പറഞ്ഞേ, സ്വയംപ്രഭയ്ക്ക് ഇപ്പോൾ 24 മണിക്കൂറും ഫോണിൽ നോക്കിയിരിക്കാനേ സമയമുള്ളൂ എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോഴൊക്കെ സ്വയംപ്രഭ ഫോണിൽ കുത്തിക്കളിക്കുകയാണ്. ഇതിവിടെ നടക്കില്ല എന്ന് പറയാൻ വേണ്ടി ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പൊ കാഞ്ചനയും ശിശുപാലനും ഒപ്പം കൂടി. നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഫോണിൽ കുത്തി കളിക്കാനാണോ ജോലി ചെയ്യാനാണോ? അല്ല സാർ, വാട്സാപ്പിൽ ഒരു തമാശ ഉണ്ടെന്ന് ഈ പ്രഭ പറഞ്ഞപ്പോ ഞങ്ങളും വെറുതെ. തമാശ പറയാനും കാണാനും ഒന്നും അല്ല നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഇതൊരു സർക്കാർ ഓഫീസാണ്. നിങ്ങൾ ഇങ്ങനെ ആർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നുള്ള അവസ്ഥ ഉണ്ടാവും. ഇതൊരു ചന്തയാണെന്ന് കരുതില്ലേ?
ഇവിടുത്തെ ഓഫീസർക്ക് തന്റെ ഇടമില്ലാത്തത് കൊണ്ടാണ് കീഴുദ്യോഗസ്ഥർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് അവർ കരുതില്ലേ? എത്ര വയസ്സായി? എത്ര വയസ്സായി പറയൂ. അതിപ്പോ ഇനിയിപ്പോ പെൻഷൻ ആവാൻ 2.5 വർഷം കൂടെ ഉള്ളൂ. എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. നാളെ മുതൽ ഈ ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാൽ സ്വയംപ്രഭ വിവരം അറിയും. പത്രം വായിക്കാൻ പോലും സമയമില്ലെന്നാണല്ലോ നിങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ളത്. ഇതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കാൻ സമയമുണ്ട്. പത്രം വായിച്ചാൽ ലോകം ഉണ്ടായി പോയാലോ? ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കഷ്ടം. ഇതിലും വാർത്തകളൊക്കെ കിട്ടും സാർ. ഏതെങ്കിലും പത്രത്തിന്റെയോ ചാനലിന്റെയോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത വാർത്തകൾ അപ്പൊ അറിയാൻ പറ്റും. എന്ത് വാർത്തകൾ? എല്ലാ വാർത്തകളും. കൃത്യസമയത്താ സ്വയംപ്രഭ ഞങ്ങളെയും കൂടി വിളിച്ച് കാണിച്ചത്. ഇല്ലെങ്കിൽ കേൾക്കാനുള്ളത് സ്വയംപ്രഭ മാത്രം കേട്ടാ മതിയായിരുന്നു. എത്ര കേട്ടാലും എന്റെ സ്വഭാവം ഞാൻ മാറ്റാൻ പോകുന്നില്ല കാഞ്ചന സാറേ. വാട്സപ്പും ഫേസ്ബുക്കും ഇല്ലാതെ ഇക്കാലത്ത് എങ്ങനെയാ ജീവിക്കുക? മോനീഷ് സാറിന് അത് പറഞ്ഞാൽ മനസ്സിലാവണം. സ്വയംപ്രഭേ, ഈശ്വരാ, ഞാൻ പറഞ്ഞത് കേട്ട് കാണും. എന്നാ പിന്നെ എന്റെ കാര്യം ഒരു തീരുമാനമാവും. നല്ല കോളായിരിക്കും. സാർ സാർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. വെറുതെ. എന്ത്? അല്ല, ഞാൻ ഫോൺ ഇനി ഉപയോഗിക്കുമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ ഫോണിൽ അപ്പൊ വാർത്തകൾ പറഞ്ഞത് ശരിയാണോ? അതെ സാർ. സ്വയംപ്രഭയുടെ ഫോണിൽ കിട്ടൂ? ഞാൻ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല സാർ. അപ്പൊ സ്വയംപ്രഭയുടെ ഫോണിൽ അത് കിട്ടില്ല? എന്തിനാ സാർ? അല്ല, ഈ വോട്ടെണ്ണൽ നടക്കുകയാണല്ലോ, അതിന്റെ വിവരം അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചതാ. അത് ശരി. അതിനെന്താ സാർ, സാറിന് വോട്ടെണ്ണലിന്റെ വിശേഷങ്ങൾ അറിഞ്ഞാ പോരെ? ഞാൻ വഴിയുണ്ടാക്കാം. എങ്ങനെ? എന്റെ അനിയനെ വിളിച്ച് പറയാം. അവൻ ടിവിയിൽ വാർത്തകൾ നോക്കിയിട്ട് അപ്പപ്പോ എനിക്ക് വാട്സപ്പിൽ വിവരങ്ങൾ അയച്ചു തരും. അങ്ങനെ പറ്റുമോ? പിന്നെ അല്ലേ, പെട്ടെന്ന് വിവരങ്ങൾ കിട്ടും. അതിന് ഒരുപാട് പൈസ ചെലവാകുമോ? ഒരു പൈസയും ചെലവാവൂല. സാറ് ധൈര്യമായിട്ടിരിക്കെ, ഇക്കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യം സ്വയംപ്രഭ വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. ഇല്ല സാർ. ശരി. എന്തു പറഞ്ഞു പ്രഭേ? ഇത് സംഗതി വേറെ കാഞ്ഞ സാറേ. ഇപ്പൊ ശരിയാക്കി തരാം. ചേട്ടാ, എന്താ സംഭവം? എടാ, ഞാനാ. നീ ഇലക്ഷൻ ന്യൂസ് കാണുകയാണോ? ആ, കിട്ടുന്ന വിവരങ്ങൾ എന്റെ ഫോണിൽ അപ്പ അയച്ചു തരണം. ആവശ്യമുണ്ടോ? ശരി. എന്താ പ്രഭേ, എന്തോ ഒരു കള്ളത്തരമുണ്ട്. എന്താ സംഭവം പറയ്. ഏയ്, ഒന്നുമില്ല. ഞാൻ അനിയനെ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നമസ്കാരം സാർ, ഞാനൊരു പോക്കുവരവിനുള്ള അപേക്ഷയായിട്ട് വന്നതാ. ആ, പ്രഭയോട് പറഞ്ഞാ മതിയേ. കഴിഞ്ഞ ആഴ്ച രജിസ്റ്റർ ചെയ്തതാ. ആധാരം ഇന്നലെ കിട്ടിയത്. എടുക്ക്. മുന്നാധാരം എവിടെ? അതിലുണ്ട് സാർ. ഒരു മിനിറ്റേ, ഞാൻ എന്താ വരൂ. പ്രഭേ, സാർ, ശരി സാർ.
ദാ സർ. ആ ചേട്ടൻ വന്ന് എന്തിനാന്ന് പറഞ്ഞ? രാജപ്പൻ ഞാനൊരു പോക്കോരേന്റെ കാര്യത്തിൽ വന്നതാ. ഓ ശരിയാ. ആധാരത്തിന്റെ അസലുണ്ടോ? ഉണ്ട് സർ. പകർപ്പ്? അതിലുണ്ട് സർ. മുന്നാധാരത്തിന്റെ പകർപ്പ് എവിടെ? അതിലുണ്ട് സർ. ആ. അയ്യോ. ഒരു മിനിറ്റ് ഞാൻ ദാ വരുന്നു. ഒന്ന് മാറിയേ. സാറ് വിളിച്ചതാ ഇപ്പൊ വരും. സാർ ആ മെസ്സേജ് വന്നു സാർ, വായിക്കട്ടെ? ആ പറഞ്ഞോളൂ. ശരി സാർ. ദാ സാറേ. എന്തോ കാര്യമായിട്ടുണ്ടല്ലോ പ്രഭേ. എന്താ സംഭവം? ഏയ് ഒന്നുമില്ല കാഞ്ഞു സാറേ. ഞങ്ങളൊന്നും വെറും പൊട്ടന്മാരൊന്നും അല്ല, അല്ലേ ശിശുപാലൻ ചേട്ടാ? ആ ആ. സാറേ എന്റെ കാര്യം ചേട്ടൻ വന്ന കാര്യം? ഞാൻ പോക്കോരേന്റെ ഒരു അപേക്ഷയായിട്ട് ഓ വന്നതാ. ശരിയാ. ഓ മുന്നാധാരത്തിന്റെ പകർപ്പുണ്ടോ? ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇതാ വരുന്നേ. ശിശുപാലൻ ചേട്ടാ, ഇത് നമ്മൾ കരുതിയതിനും അപ്പുറം എന്തോ ആണ്. സാർ മെസ്സേജ് വന്നു സാർ, പറയട്ടെ? പറഞ്ഞോളൂ. അല്ല ചേട്ടൻ എന്തിനാ വന്നു പറഞ്ഞേ? എന്റെ അച്ഛന്റെ 16 അടിയന്തരത്തിന് വിളിക്കാൻ കുറെ നേരമായല്ലോ. നിങ്ങൾ ആളെ കളിയാക്കുന്നു. ഒരു അപേക്ഷ കൊണ്ട് തന്നിട്ട് അരമണിക്കൂറായി. മുന്നാധാരം ഉണ്ടോ? ഒരു 4 പ്രാവശ്യം ചോദിച്ചു. ഉണ്ടെന്ന് ഞാൻ പറയും, നിങ്ങൾ ഫോൺ എടുത്തോണ്ട് അങ്ങോട്ട് ഓടും. അല്ല ചേട്ടാ, അത് എനിക്കൊക്കെ മനസ്സിലായി. ഈ വില്ലേജ് ഓഫീസിനകത്ത് എന്തോ ഇടപാട് നടക്കുകയാണെന്ന് നിങ്ങളെയൊക്കെ മുഖം കണ്ടാ അറിയാം. എന്താ പരിപാടി? ദേ അനാവശ്യം പറയല്ലേ. ഹാ, നിങ്ങൾക്ക് അനാവശ്യം കാണിക്കാം. ഞാൻ പറയുന്നതാണ് തെറ്റ്. എന്താ അവിടെ? എന്റെ പേര് രാജപ്പൻ. ഒരു പോക്കുവരവിന് വേണ്ടി വന്നതാ. പക്ഷെ ഇവിടെ നടക്കുന്നത് ഈ സാറിന്റെ പോക്കും വരവുവാ. ചെറുപ്പക്കാരിയായ ക്ലർക്കും ചെറുപ്പക്കാരനായ ആഫീസറും. എനിക്കെല്ലാം മനസ്സിലായി സാറേ. അയ്യേ. പോക്കുവരവിനുള്ള അപേക്ഷയാ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അല്ലെങ്കിൽ ആരോട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്വയംപ്രഭ അത് വാങ്ങി നോക്കൂ. എല്ലാ രേഖകളും ഉണ്ടോ നോക്കി ആധാരത്തിന്റെ അസലും പരിശോധിച്ച് അത് തിരിച്ചു കൊടുത്തോട്ടേക്കും. ശരി സാർ. ഇതാ ഹലോ സാറേ, ഞാനാ ശശി. ആ എന്താ ശശി? സാറും ആ രാജപ്പനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് പറ്റി? അല്ല, സാറും സ്വയംപ്രഭ സാറും തമ്മിൽ ആഫീസിൽ വെച്ച് എന്തോ ഇടപാടുണ്ടെന്ന് അവൻ വിജയന്റെ ഹോട്ടലിരുന്ന് പറയുന്നത് കേട്ടു. കേൾക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. സാറിനെ കണ്ട് ചോദിക്കാനിരിക്കുക പലരും. ശരി. ആണക്കടായല്ലോ. ഹാമേ
മോനിട്ടർ ഇന്ന് കുറച്ച് നേരത്തെ ആണല്ലോ, എന്തു പറ്റി? ഒന്നും പറ്റിയതല്ല, ആഹാ. ഞാൻ കുറച്ച് വേഗത്തിൽ നടന്നു, അതുകൊണ്ടാ. ആഹാ, അതെന്തിനാ മോഹനേട്ടൻ വേഗത്തിൽ നടന്നത്? എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട്. ഞാൻ ചിലപ്പോ വേഗത്തിൽ നടക്കും, ചിലപ്പോ പയ്യെ നടക്കും. അതൊക്കെ എന്തിനാ നീ അന്വേഷിക്കുന്നത്? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, നാട്ടുകാര് മോഹനേട്ടനെ പറ്റി വല്ല അനാവശ്യം പറയുകയോ ചോദിക്കുകയോ ചെയ്യുമോ എന്ന് ഓർത്ത് പേടിച്ചോടിയതാണോന്ന് എനിക്ക് അറിയണമല്ലോ. എന്താ മോനേട്ടൻ ഞെട്ടി? ഒക്കെ ഞാൻ അറിഞ്ഞു. വില്ലേജ് ഓഫീസിൽ വന്ന രാജപ്പൻ മോഹനേട്ടനോട് വഴക്കുണ്ടാക്കിയതും നാട്ടുകാരോട് ആരോടോ അനാവശ്യം പറഞ്ഞതും എല്ലാം ഞാൻ അറിഞ്ഞു. അവന് രായബാഗ് വെറുതെ പറഞ്ഞുണ്ടാക്കിയത്, അതിലൊന്നും ഒരു സത്യമില്ല. അതിൽ സത്യമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കും അറിയാം. ഞാൻ സ്വയംപ്രഭ വിളിച്ച കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചിരുന്നല്ലോ. പക്ഷെ മോഹനേട്ടാ, വേറെ 2 പ്രശ്നങ്ങൾ ബാക്കിയുണ്ടല്ലോ. എന്ത് പ്രശ്നം? ഒന്നാമത്തേത്, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് ഭയങ്കര അന്യായമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന മോഹനേട്ടന് ഒടുവിൽ സ്വയംപ്രഭയുടെ മൊബൈൽ ഫോണിനെ ആശ്രയിക്കേണ്ടി വന്നു. ഇനി എങ്ങനെ വില്ലേജ് ഓഫീസിലിരുന്ന് മൊബൈൽ ഫോണിനെ കുറ്റം പറയുക? അവന് ഞാൻ എപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ലല്ലോ, ഒരു അത്യാവശ്യം വന്നപ്പോ. അതായത് ഒരു അത്യാവശ്യം വരുമ്പോ വേണമെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വീട്ടിലൊരു TV ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഇവിടെ ഉണ്ടാവുമായിരുന്നു. ഇനിയെങ്കിലും ഈ ഭൂലോക പിശുക്ക് അവസാനിപ്പിച്ച് ഒരു TV വാങ്ങുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. നീ പറയുന്നതിൽ ചെറിയ കാര്യമുണ്ട്. ചില അത്യാവശ്യ സമയങ്ങളിലൊക്കെ TV ഉള്ളത് നല്ലതാ. അത് ഉറപ്പായിട്ടും മോഹനേട്ടാ, ഒരു TV വാങ്ങി ദാ ഇവിടെ വെച്ച് മോഹനേട്ടന്റെ ഈ പാട്ട് എടുത്ത് ഏതെങ്കിലും ഒരു ആക്രിക്കാരൻ നമുക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു കുഴി കുത്തി ഇതിന് നമുക്കിത് ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണചന്ദ്രൻ. സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായി. ആകെയുള്ള 140 സീറ്റിൽ 91 നേടി CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തി. വാശിയേറിയ മത്സരം നടന്ന പല മണ്ഡലങ്ങളിലും അപ്രതീക്ഷിതമായ ഫലങ്ങളാണ് ഉണ്ടായത്. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളായ ശ്രീ K. ബാബു, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ KP മോഹനൻ, ശ്രീമതി ജയലക്ഷ്മി എന്നിവർ തോറ്റത് ശ്രദ്ധേയമായി. ഇടതു നേതാക്കളായ ശ്രീ പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ നിന്നും ശ്രീ VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ നിന്നും വിജയിച്ചപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലും രമേശ് ചെന്നിത്തല ഹരിപ്പാട്ടും വിജയിച്ചു. ഇടതുമുന്നണിക്ക് മഹത്തായ വിജയം നൽകിയ വോട്ടർമാരോട് മുന്നണി നേതാക്കൾ നന്ദി രേഖപ്പെടുത്തി. എന്റെ റേഡിയോ ശരിയായി. നീ എന്താ പറഞ്ഞത്? ഇതിന് 30 കൊല്ലം പഴക്കമുണ്ടെന്നോ? ഉണ്ടെങ്കിന്താ, ഇതിനിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ. വാർത്തകളെല്ലാം നല്ല മണി പോലെ പറഞ്ഞ കേട്ടല്ലോ. ഇനി എന്റെ റേഡിയോ കുറ്റം പറഞ്ഞ ആക്രി വിലക്ക് തൂക്കി വെക്കുന്നത് നിന്നെ ആയിരിക്കും. ഈശ്വരാ, നീ ഒരിക്കലും എന്റെ കൂടെ നിക്കില്ലല്ലേ? ബാഗ്ദാദേ സംയുക്ത രാഷ്ട്ര സംഘസ്യ മുഖ്യാലയ വിസ്ഫോടകാക്രമണസ്യ. റേഡിയോയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ ഒരു ഇരമ്പമായി വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. വൻപിച്ച വിജയം നേടി അധികാരത്തിലേക്കെത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും തെരഞ്ഞെടുപ്പിനെ സജീവമാക്കിയ എല്ലാ പൗരന്മാർക്കും അഭിവാദ്യമർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.